വാസ്തുദേവതകളുടെ സ്ഥാനം കണ്ടുപിടിക്കുന്നത് കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഡിവൈസ് യൂസ് ചെയ്തിട്ടാണത്. അത് പ്രശ്നം, ഇത് പ്രശ്നം, യഥാർത്ഥത്തിൽ എല്ലാ പ്രശ്നങ്ങളുടെയും സൊല്യൂഷൻ നിങ്ങളെ വീട്ടിൽ തന്നെ ഉണ്ട്. അപ്പൊ ആ പോയിന്റ് കണ്ടെത്താനായിട്ട് ഒരു ഡിവൈസ് ഒക്കെ ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ രത്നങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ധാതു അധ്യായം എന്ന് പറയും. ധാതു അധ്യായം എന്ന് പറഞ്ഞാൽ ലോഹങ്ങളാണ്. ഈ ഡിവൈസ് പ്ലാനിന്റെ മേലെ വെച്ച് കഴിഞ്ഞാൽ ഓരോരോ സ്ഥലത്തും എന്താണ് ദിശകൾ കറക്റ്റ് ആക്കിയിട്ട് നമുക്ക് കണ്ടെത്തിയിട്ട് അത് പറയാൻ പറ്റും. അതായത് എല്ലാ എഞ്ചിനീയേഴ്സും ശരിക്കും വാസ്തു പഠിക്കണം. നമ്മൾ ദരിദ്രനായിട്ട് ജനിച്ചു, നമ്മളെ കുറ്റമല്ല, പക്ഷെ ദരിദ്രനായിട്ട് മരിക്കാൻ നിങ്ങൾ മാത്രമാണ് ഉത്തരവാദി. ഇപ്പോൾ നമ്മളുടെ ഈ ഓരോ സ്ഥലങ്ങളും ഓരോ എനർജിയാണ്. ഈ എനർജീനെയാണ് ദേവത എന്ന് പറയുന്നത്. അപ്പൊ അസുരനാണെന്ന് വെച്ചിട്ട് ജീവിക്കണ്ടേ? അപ്പം ജീവിക്കണമെന്ന് വേണം, പ്രോഫിറ്റ് വേണം. അപ്പൊ അങ്ങനെ എനിക്ക് നേടിയെടുക്കുക എന്നുള്ളൊരു ടെൻഡൻസി ഉണ്ടാക്കണം. അതുകൊണ്ടാണ് നമ്മളെ ശാസ്ത്രങ്ങളിൽ 9 ഭാഗം ആക്കിയിട്ട് ഓരോ ദേവതകളുടെ പേര് കൊടുത്തിരിക്കും. സാറേ, ഈ കഴിഞ്ഞ എപ്പിസോഡുകൾ സാധാരണ നോർമൽ രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു പോയത്. അതിനകത്ത് എൻ്റെ ഒരു സംശയമാണ്, ഈ ദേവതാ വാസ്തു സാറോട് സംസാരിക്കുമ്പോൾ സാറ് പറഞ്ഞൊരു ടെക്നോളജിയാണ് ദേവതാ വാസ്തു എന്നുള്ളത്. എന്താണ് ഈ ദേവതാ വാസ്തു? ഈ ദേവത എന്ന് പറഞ്ഞാൽ എനർജി എന്ന് പറയാം. എനർജി നേരത്തെ പറഞ്ഞ ഒരു പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. ഈ വാസ്തുവിന്റെ മാത്രം ഒരു പ്രത്യേകതയാണ് പോസിറ്റീവിനെയും നെഗറ്റീവിനെയും ഒരുപോലെ എടുക്കും. ഓക്കെ. അതായത് എന്ന് പറഞ്ഞാൽ ശരിക്കും ബിസിനസ് എന്ന് പറഞ്ഞ അസുര. അപ്പൊ അസുരനാണെന്ന് വെച്ചിട്ട് ജീവിക്കണ്ടേ? അപ്പം ജീവിക്കണമെന്ന് വേണം, പ്രോഫിറ്റ് വേണം. അപ്പൊ അങ്ങനെ എനിക്ക് നേടിയെടുക്കുക എന്നുള്ളൊരു ടെൻഡൻസി ഉണ്ടാക്കണം. ഇതൊരു ദേവതയാണ് ഈ ടെൻഡൻസി ഉണ്ടാക്കണം. അതേപോലെ തന്നെ എന്താണ്, നമ്മൾ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു, അവിടെ നമ്മളെ താഴ്മയോടുകൂടി, ഇത് വേറെ ഒരു എനർജിയാണ്. അതപ്പോൾ ഈശാനത്തിൽ വരും. അത് അല്ല പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഒരു വാസ്തു പുരുഷ മണ്ഡലം എന്നുള്ളൊരു സങ്കല്പമുണ്ട്. സാധാരണഗതിയിൽ ഒരു ചതുരമായിട്ടാണ് സങ്കല്പം. അപ്പോൾ ഓരോ ഭാഗത്തും 9 ദേവത, പിന്നെ നടുക്ക് ബ്രഹ്മ എന്ന് പറയും. ഇത് ഹിന്ദുവിൻ്റെ കഥ പറയുകയാണെന്ന് വിചാരിക്കരുത് കേട്ടോ. കാരണം ഈ ദേവത എന്ന് പറയുന്നത് പോസിറ്റീവ് എനർജി എന്നാണ്. അതായത് എനർജി ഇപ്പോൾ സാധാരണ പറയുകയാണ് വടക്ക് എന്ന് പറഞ്ഞു, പിന്നെ കിഴക്ക് എന്ന് പറഞ്ഞു. ഇപ്പോൾ വടക്കിൻ്റെയും കിഴക്കിൻ്റെ ഇടക്ക് വടക്ക് കിഴക്ക്, ഇനി വടക്ക് കിഴക്കിൻ്റെയും കിഴക്കിൻ്റെ ഇടയിൽ അത് പറയുമ്പോൾ നമുക്ക് പറയാൻ ദിശയിൽ പറയാൻ പാടാം. അതുകൊണ്ടാണ് നമ്മളെ ശാസ്ത്രങ്ങളിൽ 9 ഭാഗം ആക്കിയിട്ട് ഓരോ ദേവതകളുടെ പേര് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആ ഓരോരോ ഇപ്പൊ ഈശൻ, പർജന്യൻ, ജയന്തൻ എന്നൊക്കെ പറഞ്ഞു. നേരത്തെ ഞാൻ കിച്ചനിൽ പറഞ്ഞപ്പോ പർജന്യൻ എന്ന് പറഞ്ഞു. പർജന്യൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മഴയുടെ ദേവതയാണ്. അതായത് എന്ന് പറഞ്ഞാല് ഇതേ ദേവതയാണ് പാചനത്തിനും വരുന്നത്. അതായത് പറഞ്ഞാൽ പരിപോഷിപ്പിക്കുക, ഭക്ഷണം ഉണ്ടാകുക, അതാണ്. അപ്പൊ ഈ ഒരു ടെൻഡൻസിയാണ് നമ്മളുടെ ഇമ്മ്യൂണിറ്റി എന്ന് പറയില്ലേ, ഇതിനും സഹായിക്കാതാ. അപ്പൊ ഈ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് നമ്മളുടെ ഓരോരോ ഊർജവും നമ്മളുടെ ജീവിതത്തിൽ എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യും, ഇത് വെച്ചിട്ട് ഉണ്ടാക്കിയ ഒരു വാസ്തുവാണ് ദേവതാ വാസ്തു. ദേവത എനർജി വാസ്തു എന്ന് പറയാം. അല്ലാണ്ട് ഒരു ഹിന്ദു കോഴ്സ് അല്ല, തെറ്റിദ്ധരിക്കേണ്ട. ദേവത എന്ന് പറയുമ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ കുബേരൻ എന്ന് പറഞ്ഞ ഒരാൾ ഇങ്ങനെ വന്ന് നിൽക്കുകയല്ല. അത് ഒരാളെ ജീവിതത്തിൽ തൊഴിൽ വേണം, ധനം വേണം. അപ്പൊ ആ ഒരു എനർജി ഫ്ലോ അയാളിലേക്ക് വരണ്ടേ, അതിനുള്ളൊരു മണ്ഡലം ക്രിയേറ്റ് ചെയ്യാന്നാണ്. ആ മണ്ഡലം ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മളെ വീട്ടിൽ നമ്മൾ സാധാരണ എപ്പോഴും പുറത്താണ് തരിയത്. അത് പ്രശ്നം, ഇത് പ്രശ്നം, യഥാർത്ഥത്തിൽ എല്ലാ പ്രശ്നങ്ങളുടെയും സൊല്യൂഷൻ നിങ്ങളെ വീട്ടിൽ തന്നെ ഉണ്ട്. ഇപ്പോൾ തുടർച്ചയായിട്ട് അസുഖം വരുന്നുണ്ട്, അപ്പം നിങ്ങളെ വീട്ടിൽ തന്നെ ചില ഏരിയകളുണ്ട്, അവിടെ കറക്റ്റ് ചെയ്താൽ അത് വരും. ഇപ്പൊ കുട്ടികളുണ്ടാകണില്ല എന്ന് പറഞ്ഞാൽ അവിടെ ഇവിടെ ഒന്നും പോയിട്ട് ഡോക്ടറെ അടുത്തൊക്കെ പൈസ കൊടുത്തോളൂ, അത് തെറ്റൊന്നുമല്ല. അതിന്റെ കൂടെ നിങ്ങൾ ആ വീട്ടിലും ആ സ്ഥാനം ഉണ്ടാക്കിയാൽ എന്താ, കുട്ടികൾ വരും. അതുപോലെ തന്നെ ചില ആളുകൾ കാണാം ഒരു മൂടിയായിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ സോഷ്യൽ കോൺട്രാക്ട് ഉണ്ടാക്കുക. ഇപ്പോൾ അങ്ങയുടെ പോലെയുള്ള മീഡിയാസ് ഒക്കെ, ഇപ്പൊ മീഡിയാസ് എന്ന് പറഞ്ഞാൽ പബ്ലിക് സപ്പോർട്ടാണ്. അപ്പൊ പബ്ലിക് സപ്പോർട്ട് കിട്ടണോ, നമ്മളെ വീട്ടിന്റെ ചില ഏരിയകളുണ്ട്, അവിടെ എനർജൈസ് ചെയ്താൽ അത് കറക്റ്റ്. അപ്പോൾ നമ്മളുടെ ഈ ഓരോ സ്ഥലങ്ങളും ഓരോ എനർജിയാണ്. ഈ എനർജീനെയാണ് ദേവത എന്ന് പറയുന്നത്. അപ്പൊ ടോട്ടൽ പറയുകയാണെങ്കിൽ നമ്മൾ 33 കോടി ദേവതകൾ എന്ന് പറയില്ലേ, യഥാർത്ഥത്തിൽ 33 എനർജികളാണ്. അതിനെ പിന്നെ എന്താണ് അധികരിച്ചിട്ട് ദേവത എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു മനുഷ്യൻ എന്ന് പറയുന്നതിന്റെ 1000 മടങ്ങ് പവർ കൂടുതലാണ് ദേവത. അപ്പൊ 33 എന്നുള്ളത് 33 കോടിയായി അല്ല പറയാണ്. അപ്പൊ ആ ഒരു ഇതില് ഈ ഓരോരോ, അതായത് ആദിത്യൻ എന്ന് പറയും, 12 ആദിത്യന്മാരുണ്ട്. ഈ 12 ആദിത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദിത്യൻ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ സൂര്യൻ എന്നാണ് പറയുന്നത്. ഈ വിഷ്ണു എന്ന് പറയുന്നതും ആദിത്യനാണ്. ഇതുപോലെ 12 രൂപങ്ങളുണ്ട്. ഈ 12 രൂപങ്ങളും വാസ്തുവിൽ വരും. പിന്നെ അതുപോലെ തന്നെ 4 അസുരൻ എന്ന് പറയുന്ന ശക്തികളുണ്ട്.
അതായത് ലൈഫ് എന്ന് പറഞ്ഞാൽ എല്ലാം ബാലൻസ്ഡാ. അപ്പം നമ്മളെ ജീവിതത്തിൽ എന്താണോ പ്രശ്നം, ആ ഒരു പ്രശ്നത്തിനുള്ള ഇന്ന കോർണറിൽ ഇന്ന പോയിന്റിൽ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നമുക്ക് റിസൾട്ട് വരും. അപ്പോൾ ആ പോയിന്റ് കണ്ടെത്താനായിട്ട് ഒരു ഡിവൈസ് ഒക്കെ ഉണ്ട്. അതായത് നമ്മൾ ഈ വാസ്തു ദേവതകളുടെ സ്ഥാനം കണ്ടുപിടിക്കുന്നത് കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഡിവൈസ് യൂസ് ചെയ്തിട്ട് ഇതാണത്. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ ആക്കിയാണ്. പിന്നെ കുറേ വാസ്തു ഉണ്ട്, നോർത്ത് ഇന്ത്യൻ ആളുകളൊക്കെ അത് കറക്റ്റായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അത് ശക്തി ചക്രം എന്നൊക്കെ അവർ പറയും. അതായത് നമ്മളിവിടെ പണ്ട് ഉപയോഗിച്ചിരുന്ന വാസ്തു പുരുഷ മണ്ഡലം എന്ന് പറയുന്നത് റൗണ്ടിലും ആക്കാം. അപ്പൊ റൗണ്ടിലാക്കുമ്പോൾ ഇത് ഇങ്ങനെ കാണൂല കേട്ടോ, കാരണം ഇത് പ്ലാന്റെ മേലെ വെക്കണയാണ്. അപ്പൊ പ്ലാന്റെ മേലെ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഓരോരോ ഇതും ഈ ഡിവൈസ് പ്ലാന്റെ മേലെ വെച്ച് കഴിഞ്ഞാൽ ഓരോരോ സ്ഥലത്തും എന്താണ് ദിശകൾ കറക്റ്റ് ആക്കിയിട്ട് നമുക്ക് കണ്ടെത്തിയിട്ട് ഇത് പറയാൻ പറ്റും, ചെയ്യാൻ പറ്റും. അത് തീർച്ചയായിട്ടും. അപ്പൊ ഇത് മലയാളത്തില് ആദ്യമായിട്ടാണ് ഇറക്കുന്നത്. ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ഇതിന്റെ മൊഴിമാറ്റമൊക്കെ ചെയ്ത് കറക്റ്റ് ആയിട്ട്. അപ്പൊ ഇതിലെ കുറെ പോയിന്റ്സ് ഒക്കെ ഇത് പ്ലാൻ വെച്ചിട്ട് ഇത് നോർത്ത് ഭാഗം മാർക്ക് ചെയ്യാം. നോർത്ത് ഭാഗം ഇതാക്കി അപ്പൊ ഒരു കണ്ടെത്തണം. എന്നിട്ട് അതിന്റെ മേലെ ഇപ്പൊ നോർത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് എഴുതിയിരിക്കുന്നത്, കസ്റ്റമർ. അതെന്ന് പറഞ്ഞാൽ ഇത് കരിയറിന് ഇതാകണം. അപ്പൊ അതിന് നമ്മൾക്ക് വേണ്ട കരിയർ ഡെവലപ്പ് ചെയ്യണോ, കസ്റ്റമേഴ്സിന് ഉണ്ടാകണോ, നമുക്ക് ആ ഭാഗത്ത് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യണം. അങ്ങനെ ഒരു 16 സ്ഥലങ്ങൾ ചുറ്റും എന്ന് പറയുന്നുണ്ട്. ഇമ്മ്യൂണിറ്റി, മോട്ടിവേഷൻ, ഹാപ്പിനെസ്. ഓക്കെ, ഇത് ഈ ഡിവൈസ് വെച്ചിട്ടാണ് കൃത്യമായി, അതായത് നമ്മളെ വീടിന്റെ പ്ലാൻ എടുക്കും. ആ പ്ലാനിൽ ഈ ഡിവൈസ് വെച്ചിട്ട് കറക്റ്റ് ആയിട്ട് അതിന്റെ സ്ഥാനങ്ങൾ കാണും. അത് കുറച്ച് പണിയുണ്ട്, അത് മാർക്ക് ചെയ്ത് വരച്ചൊക്കെ എടുക്കണം. അതാണ് ക്ലാസ്സിൽ പഠിക്കുക. എന്നിട്ട് അത് പർട്ടിക്കുലർ ഏരിയ അതിനുള്ള തീരുമാനിച്ച് ആ ഒരു ഭാഗം എനർജൈസ് ചെയ്തോ. ഈവൻ ഇപ്പൊ നമ്മളെ ഇപ്പൊ മോഡേൺ എഞ്ചിനീയറിംഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് മുന്നോട്ട് ഉന്തിയും താഴോട്ട് താഴ്ക്കും ഒക്കെ ആയിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോ എല്ലാ സ്ഥാനങ്ങളും ഉണ്ടായില്ല. നമ്മളെ ട്രഡീഷണൽ ക്ലാസിക്കൽ വാസ്തു ചതുരത്തിലുള്ളത് നോക്കിക്കഴിഞ്ഞാൽ ആ സ്ഥാനം തന്നെ ഉണ്ടായില്ല. കാരണം ഇപ്പൊ നമ്മൾ ഫ്ലാറ്റിലാണ്, അപ്പൊ ഫ്ലാറ്റ് അങ്ങോട്ട് ഉന്തി ഇങ്ങനെയൊക്കെ ഉണ്ടാകിയേ. അപ്പൊ അങ്ങനെയുള്ളത് കറക്റ്റ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതിന്റെ പ്ലാൻ എടുത്ത് ഈ ഡിവൈസ് ഉപയോഗിച്ച് അതിന്റെ മേലെ മാർക്ക് ചെയ്യും. അതൊക്കെ സ്ഥാനങ്ങളൊക്കെ മാർക്ക് ചെയ്ത് ഇന്നതാണ് ആവശ്യം. അപ്പൊ ആ കറക്റ്റ് സ്പോട്ടിൽ ഇവൻ ദേവത ആ എനർജി എവിടെ ഇല്ലെങ്കിൽ അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ചില എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അതാക്കിയിട്ട് അതാത് സാധനം അവിടെ ക്രിയേറ്റ് ചെയ്യണം. ആ എനർജി അവിടെ പ്രൊഡ്യൂസ്ഡ് ആവും. ഇത് നമുക്ക് പുറത്ത് വാങ്ങുന്ന ഗൂഗിളിലൊക്കെ കിട്ടും നിങ്ങൾക്ക്. പക്ഷെ എന്ന് പറഞ്ഞാൽ അതല്ല, അത് അറിയണല്ലോ. അതെ, പഠിക്കണം. ഇതെല്ലാം ഇത് പെൻഡലവും ഈ വാസ്തു ദേവതാ വാസ്തു ഇതിനിപ്പോ എന്താ പേര്? ഇത് നമുക്ക് ഇത് ശക്തി ചക്രം എന്ന് പറയുന്നവരുണ്ട്, പിന്നെ വാസ്തു ചക്രം എന്ന് പറയുന്നവരും ഒക്കെ ഉണ്ട്. പിന്നെ ഇത് ഞാൻ ഒന്നും കൂടി ഡെവലപ്പ് ചെയ്ത, കാരണം ഇതിന്റെ മേലെ നമ്മൾക്ക് പൊസിഷൻ കാണാൻ അതിന് കുറെ ദ്വാരങ്ങളൊക്കെ കാണുന്നുണ്ട്, ചെറിയ ചെറിയ ദ്വാരങ്ങളൊക്കെ. അതായത് പെൻസിൽ വെച്ചിട്ട് അങ്ങനെ തന്നെ മാർക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെയാണ് ആക്കിയത്. ആ രീതിയിൽ ഞാനൊന്ന് അതിനെ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ മലയാളികൾക്ക് മലയാളത്തിൽ കിട്ടിയാലും ആണല്ലോ. അപ്പൊ ഇതിനെ മലയാളത്തിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം വാസ്തുഭാരതിയുടെ കോഴ്സിൽ ചേരുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ആണ്. അതായത് ഓരോന്നും ഓരോ കോഴ്സ്. അപ്പൊ ദേവതാ വാസ്തു എന്ന് പറഞ്ഞാല് ഒരു സ്പെഷ്യലൈസേഷനാണ്, വേറെ കോഴ്സാണ്. വേറെ തന്നെ കോഴ്സായിട്ട്. അതായത് എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ പറയില്ല ഐ സ്പെഷ്യലിസ്റ്റ് എന്ന് പറയില്ല, എല്ലാരും ഡോക്ടർമാരായിരിക്കും, പക്ഷെ ഐ സ്പെഷ്യലിസ്റ്റ്. അതുപോലെ ദേവതാ വാസ്തു നോക്കുന്ന ഒരു സ്പെഷ്യലിസ്റ്റ്, അതായത് ഇന്നത് അവിടെ പ്രോബ്ലം സൊല്യൂഷൻ ഇതാണ്. അങ്ങനെയുള്ള ഒരു ഇതിലേക്ക് വരുന്ന ഒരു സബ്ജക്റ്റ് ആണ്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഈ വാസ്തുഭാരതിയില് വാസ്തുശാസ്ത്രത്തിന്റെ കോഴ്സിന് ചേരുകയാണെങ്കിൽ ഒരു വർഷത്തെ കോഴ്സാണ്, എങ്ങനെയാണ് അതിന്റെ ഡീറ്റെയിൽ, എന്തൊക്കെയാണ് അതിനകത്ത് വരിക? ഒരു വർഷത്തെ കോഴ്സിന് പറയുന്നതാണ് 1 year ഡിപ്ലോമ ഇൻ വേദിക് വാസ്തുശാസ്ത്രം. ഓക്കെ, 1 year ഡിപ്ലോമ ഇൻ വേദിക് വാസ്തുശാസ്ത്രം. അതിൽ വേദിക് വാസ്തുശാസ്ത്രമാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പം സാധാരണ ഇതിൽ ജനുവരി 26 അതാണ് ഒരു ബാച്ച് ആരംഭിക്കുക. രണ്ടാമത്തെ ബാച്ച് ആരംഭിക്കുക ആഗസ്റ്റ് 15. ഇന്ത്യൻ്റെ അല്ലേ, അപ്പൊ അത് ഇതിൽ തന്നെ ടേംസ് ആക്കി. അപ്പൊ ജനുവരി 26 മുതൽക്ക് 12 മാസം ക്ലാസ് ഉണ്ടാവും. അപ്പൊ ആ 12 മാസം കൊണ്ട് നല്ലൊരു വാസ്തു കൺസൾട്ടന്റ് ആയി മാറാണ്. അതായത് ഈ മേഖലയിൽ പഠിക്കാൻ താല്പര്യമുള്ള ഒരാളെ ഒരു വാസ്തു കൺസൾട്ടന്റ് ആക്കി മാറ്റുന്ന ഒരു കോഴ്സാണ് ഒരു വർഷത്തെ കോഴ്സ്. കറക്റ്റ്. പിന്നീട് വരുന്ന സ്പെഷ്യലൈസേഷൻ കോഴ്സുകളാണ് ഈ ദേവതാ വാസ്തു. അതെ, പിന്നീട് വരുന്ന, അതായത് ഈ വാസ്തു എന്ന് പറയുന്നത് നമ്മളെ നാട്ടില് തച്ചുശാസ്ത്രം മാത്രമാണെന്നായിരുന്നു ധാരണ. ഞാൻ തന്നെ ഒരു 18 തരത്തിലുള്ള വാസ്തു പഠിച്ചിട്ടുണ്ട്. അപ്പം ഒരു കോഴ്സ് ഉണ്ട് അതുപോലെ തന്നെ റെമഡിയൽ വാസ്തു എന്ന് പറഞ്ഞത്. അത് 3 ദിവസത്തെ റെസിഡൻഷ്യൽ പ്രോഗ്രാം.
അതിൽ നമ്മൾ പരിഹാരങ്ങളാണ് പഠിക്കുന്നത്. അതായത് എന്ന് പറഞ്ഞാൽ ഓരോരോ ഇതിനും എന്ത് വേണം, അതിൽ കുറേ ആപ്ലിക്കേഷൻസ് പറയുന്നുണ്ട്. അതായത് എന്ന് പറഞ്ഞാൽ രത്നങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ധാതു അധ്യായം എന്ന് പറയും. ധാതു അധ്യായം എന്ന് പറഞ്ഞാൽ ലോഹങ്ങളാണ്. അതായത് ഓരോ ദിശകളിലും ഓരോ ലോഹങ്ങളുണ്ട്, അതായത് ലോഹങ്ങൾ വെക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഫ്ലാറ്റിലൊക്കെയാണ്, ഇപ്പോൾ അങ്ങോട്ട് ഇപ്പോൾ അഗ്നികോണ് കട്ടാണ് എന്ന് വെച്ചിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അവിടെ. അപ്പോൾ നമ്മളൊരു ദ്വാരട്ട് കഴിഞ്ഞാൽ അടുത്ത ബെഡ്റൂം ഒക്കെ അപ്പൊ നമുക്കത് അപ്ലൈ ചെയ്യാൻ പറ്റില്ലാത്തപ്പോൾ റെമഡി ഉപയോഗിക്കും. അതാണ് നമ്മള് അങ്ങയുടെ വലിയ ശിഷ്യസമ്പത്ത് പലയിടത്തായി ഉണ്ട് എന്നുള്ളതാണ്. ഞാൻ പലരും വിളിക്കുമ്പോൾ ഇപ്പൊ വഴി ഞാൻ സാറിന്റെ ശിഷ്യയാണ് എന്നൊക്കെ പറയാറുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു വർഷത്തെ കോഴ്സ് എന്ന് പറയുമ്പോൾ പൂർണ്ണമായിട്ട് ഓൺലൈനിലാണോ ഓഫ്ലൈനിലാണോ? ഈ ഒരു വർഷത്തെ കോഴ്സ് 24 ക്ലാസ്സുകളോളം ഓൺലൈനാണ്. പിന്നെ നമ്മളിപ്പോൾ കുറ്റിയടിക്കൽ ഇതൊന്നും നമുക്ക് ഓൺലൈൻ പഠിച്ചാൽ ശരിയായില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള പ്രാക്ടിക്കലായിട്ടുള്ള ഒരു ഇതുണ്ട്. അത് കൂടാണ്ട് അതിലൊരു ദീക്ഷ എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം ഉണ്ട്. അതായത് എന്ന് പറഞ്ഞാൽ നമ്മളൊരു എക്യുപ്ഡ് ആക്കണ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു 2-3 പ്രാവശ്യം പിന്നെ എക്സാം എഴുതാൻ നിങ്ങളൊന്ന് തൃശ്ശൂർ വരേണ്ടി വരും. ഇല്ല, എക്സാം അത്ര ടഫ് അല്ല. അതിപ്പോ ഈ ഒരു കഴിയുമ്പോഴത്തേക്ക് അത് വളരെ ഈസി ആവും. അത് കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു സിസ്റ്റം എന്താണെന്ന് വെച്ചാല് എല്ലാവർക്കും മനസ്സിലാവണമല്ലോ, അല്ലാണ്ട് കാര്യമില്ല. അപ്പൊ അവരതിന് പ്രാപ്തനാക്കുക. അതുപോലെ തന്നെ വാസ്തുവിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതുപോലെ ആളുകൾ പലതും ചോദിക്കും. അപ്പൊ അതിനൊക്കെ ആൻസർ ചെയ്യാനുള്ള ഗഡ്സ് ഉണ്ടാവണം. എല്ലാവർക്കും അറിയാലോ. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സാറിനെ പോലുള്ള ഒരു സോഷ്യൽ മീഡിയയിൽ എല്ലാവർക്കും ബേസിക് കാര്യങ്ങൾ എല്ലാം അറിയാം. പണ്ടാണെന്ന് പറഞ്ഞാൽ അതങ്ങനെയാണ് ഇതാണ് അതങ്ങനെയാണെന്ന് പറഞ്ഞിട്ടൊക്കെ ആക്കായിരുന്നു. പക്ഷെ ഇപ്പൊ അതല്ല, സാറേ അത് ഇതുകൊണ്ടാണ് അവരിങ്ങോട്ട് പറയും, കൃത്യമായി പറഞ്ഞുകൊടുക്കും. അപ്പൊ അത് പറഞ്ഞു കൊടുക്കാനും ഒരു കഴിവ് വേണം. അങ്ങനെ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് കൂടിയാണ് ഈ കോഴ്സിൽ. ഒരു വർഷം കൊണ്ട് നല്ലൊരു സ്ഥപതിയാക്കി മാറ്റുക. സ്ഥപതി എന്ന് പറഞ്ഞാൽ സർവ്വവിജ്ഞാന പഠു എന്നാ പറയുക. അതായത് എല്ലാത്തിനെ കുറിച്ചിട്ട് അറിയുന്ന ഒരാള്. ഈ നിർഭാഗ്യവശാൽ നമ്മളെ നാട്ടിലെ ഈ ഇത് ജാതി പറയല്ല, പറയുകയാണെങ്കിൽ ഇതാണ് ആശാരി, മൂശാരി, തട്ടാൻ, കൊല്ലൻ എന്നാ പറയുക. ഈ 4 ക്ലാസ്സാണ് പറയുക. അതിന്റെ കൂടെ തന്നെ സ്ഥപതി എന്ന് പറയുന്ന ആചാരി എന്ന് പറയുന്ന ഒരു ക്ലാസ് കൂടി ഉണ്ട്. നിർഭാഗ്യവശാൽ ഈ ഒരു ക്ലാസ് നഷ്ടപ്പെട്ടു പോയി. എന്നിട്ട് ആ ക്ലാസ് നമ്മൾ ഈ എന്താ പറയുക ആശാരി എടുത്തു. അപ്പോഴാണ് ഈ കണക്കിന് ഇമ്പോർട്ടൻസ് ഒക്കെ വന്നത്. അതിലും വലിയൊരു സബ്ജക്റ്റ് ആയിരുന്നു അത്. പക്ഷെ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഈ ആശാരിയുടെ പണി വരുന്നത് ലാസ്റ്റാണ്. അതായത് മതിലൊക്കെ കെട്ടിയതിന്റെ മേലല്ലേ ഉള്ളൂ നമുക്ക് കൂടെ കൂട്ടി വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആശാരി പറയും കണക്ക് തെറ്റരുത് കേട്ടോ, കൽപ്പണിക്കാരനോട് പറയും. അവിടുന്ന് തുടങ്ങിയാണ് ഈ കണക്ക് തെറ്റരുത്. അത് പിന്നെ ഒരു വിശ്വാസമായി മാറി. അപ്പൊ ഈ വാസ്തു പഠിക്കുക എന്ന് പറഞ്ഞാൽ കണക്ക് പഠിക്കൽ മാത്രമല്ല, കുറേ സബ്ജക്റ്റിന്റെ ഇടയിൽ വൺ ഓഫ് ദ സബ്ജക്റ്റ് ആണ് അത്. അതും പഠിക്കും കേട്ടോ. അത് നമ്മൾ ആയാതി ഷഡ്വർഗങ്ങളിലൊക്കെ പറഞ്ഞിട്ട് ഇടുന്നുണ്ട്. ആയം, വ്യയം, പിന്നെ ധനം, ലാഭം. പിന്നെ നമ്മൾക്ക് ജാതകം എഴുതുന്നവർ തന്നെ വീട്ടിന് ജാതകം എഴുതാൻ പറ്റും. അപ്പൊ എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രായം എന്താണ്, എങ്ങനെയാണ് എന്നുള്ളതൊക്കെ പറയാൻ പറ്റും. അപ്പൊ പണ്ട് കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഒരാളെ ജീവിതത്തിൽ 2 കല്യാണം എന്നാ പറയാ. അതായത് ഒന്നൊരു പെണ്ണിന്, 2 ഒരു വീടിന് എന്നാ. അപ്പൊ ഈ പെണ്ണിന്റെ ജാതകത്തിന് പൊരുത്തം നോക്കുന്നവർ തന്നെ വീടിന്റെയും ജാതകത്തിന്റെ പൊരുത്തം നോക്കും. പക്ഷെ ഇന്ന് ചെയ്യാൻ പറ്റൂല കേട്ടോ. കാരണം 3 സെന്റിൽ പൊരുത്തമാക്കിയിട്ട് വീട് വെക്കാന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല. പണ്ട് ഏക്കർ കണക്കിന് സ്ഥലമാണല്ലോ. അപ്പോൾ ആ ഒരു സിസ്റ്റം കൂടി നമ്മൾ ഇതിൽ പഠിക്കുക. അത് അതായത് ഈ വാസ്തുശാസ്ത്രം പഠിക്കാനുള്ള ഒരു മിനിമം ക്വാളിഫിക്കേഷൻ എന്താ? ഇൻട്രസ്റ്റ് ഉണ്ടാകുക എന്നാ ഒന്നാമത്തെ ക്വാളിഫിക്കേഷൻ. പിന്നെ 2 ഇതൊരു സമൃദ്ധിയിൽ ജീവിക്കണം എന്നുള്ള ആഗ്രഹമുള്ള ആർക്കും ഇത് ഇതാക്കാം. എല്ലാവരും വാസ്തു കൺസൾട്ടന്റ് ആണെന്നൊന്നും ഞാൻ പറയില്ല. അപ്പോൾ 10ാം ക്ലാസ് പഠിച്ച എല്ലാവരും IAS ഓഫീസർ ആവില്ലല്ലോ. അപ്പൊ ഇത് സബ്ജക്റ്റ് പഠിച്ച് സ്വന്തം ജീവിതത്തിൽ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തത്. അതായത് സമൃദ്ധിയിൽ ജീവിക്കുക. അത് സമൃദ്ധി, ഇത് മുന്നേ പറഞ്ഞ മാതിരി നമ്മൾ ദരിദ്രനായിട്ട് ജനിച്ചു നമ്മൾ കുറ്റമല്ല. പക്ഷെ ദരിദ്രനായിട്ട് മരിക്കാൻ നിങ്ങൾ മാത്രമാണ് ഉത്തരവാദി. കാരണം ഈ യൂണിവേഴ്സിറ്റി ഇങ്ങനെയുള്ള കുറെ സബ്ജക്ട്സ് ഉണ്ട്. പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല, സ്വന്തം കാര്യനിലയിൽ ആപ്ലിക്കേ ചെയ്ത് ജീവിക്കാനും. കറക്റ്റ്. വാസ്തുശാസ്ത്രത്തിന്റെ കോഴ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ വീടിന്റെ വാസ്തു മാത്രമല്ല എന്നുള്ളതാണ്. ആണ്. നമ്മളൊരു സമൃദ്ധി ഉള്ള ആൾക്കല്ലേ സമൃദ്ധി കൊടുക്കാൻ പറ്റുള്ളൂ. സന്തോഷമുള്ളവനെ സന്തോഷം കൊടുക്കാൻ പറ്റുള്ളൂ. യെസ് പറഞ്ഞോ. അപ്പൊ ആദ്യം ആര് സന്തോഷവാനാണോ? ഞാൻ സന്തോഷവാനായാലുള്ളൂ. എനിക്ക് ഉള്ള സാധനമല്ലേ കൊടുക്കുക. അപ്പൊ ഈ കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓവറോൾ ഡെവലപ്മെന്റിനായിട്ടുള്ളതാണ്. അപ്പോൾ സാമ്പത്തികം, പിന്നെന്താ ബന്ധങ്ങള്, പിന്നെ കമ്മ്യൂണിക്കേഷൻ, ഇതൊക്കെ കൂടി ഉൾപ്പെടുന്നതാണ് ഒരു വർഷത്തെ കോഴ്സ്. അപ്പോൾ അതിലൊരു 2-3 പ്രാവശ്യം നമ്മൾ തൃശ്ശൂരിൽ നിന്ന് ഉണ്ടാവും, അവിടെ വരേണ്ടി വരും. അപ്പോൾ അതിൽ നമ്മൾ പലതും നമ്മൾ നേരിട്ട് കണ്ടറിയും. പിന്നെ ഈ പറഞ്ഞ മാതിരി കുറ്റിയടിക്കുക, അതൊക്കെ ഇതിനൊക്കെ ഒരു ശാസ്ത്രീയ വിധിയുണ്ട്. അപ്പൊ ഇത് അറിയാത്തത് കൊണ്ടാണ് ഒരു കോല് കൊടുത്തിട്ട് ഇവിടെ വെച്ചിട്ട് അവിടെ അങ്ങോട്ടാവും നോക്കിക്കോളൂ കേട്ടോ എന്ന് പറയുന്നത്. അതിന് കറക്റ്റായിട്ടുള്ള രീതിയുണ്ട്.
അപ്പൊ അതിനൊരു വിധിയുണ്ട്. അതൊക്കെ നമ്മളെ വേദങ്ങളിലൊക്കെ പറയണ തന്നെ. ഇപ്പൊ മയമതം, മാനസാരം, മനുഷ്യാലയ ചന്ദ്രിക, സമരാങ്കണ സൂത്രധാര, അങ്ങനെ കുറെ ബുക്കുകളുണ്ട്. അപരാജിത പ്രജ്ഞ, ഇതിൽ നിന്നൊക്കെ ഉള്ളത് പ്രധാനമായിട്ടുള്ള കാര്യങ്ങളും പ്ലസ് ഇന്നത്തെ സയന്റിഫിക് അപ്രോച്ചും, അതായത് സയന്റിഫിക്കലി ഇത് പ്രൂവ് ചെയ്യണം, ഇതും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മളെ കോഴ്സ്. അതായത് വേദിക് വാസ്തു എന്ന് പറയുമ്പോൾ വെറും വേദങ്ങൾ മാത്രമല്ല, അതിന് ഇന്നത്തെ അപ്ലിക്കേഷനും കൂടി നോക്കണം. ഇത് രണ്ടും കൂടി സയന്റിഫിക്കലി ഉള്ള പ്രൂഫോട് കൂടിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഒരു വർഷം കൊണ്ട് ഒരു സ്ഥപതിയായി മാറുക. അതാണ് ഈ സിവിൽ എഞ്ചിനീയർ, അതായത് ഈ പ്ലാനൊക്കെ വരയ്ക്കാനുള്ള ഒരു സംവിധാനം കൂടി അറിയാമെങ്കിൽ ഈ കോഴ്സുകളുടെ മഹാത്മ്യം കൂടുന്നു എന്നുള്ളതാണ്. യെസ്. അതായത് എല്ലാ എഞ്ചിനീയേഴ്സും ശരിക്കും വാസ്തു പഠിക്കണം. ഇതിന് രണ്ട് കാര്യമുണ്ട് കേട്ടോ. ഒന്ന് ഈഗോ പ്രോബ്ലം ആണ്, രണ്ട് സയന്റിഫിക് പ്രോബ്ലം ആണ്. ഈഗോ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു എഞ്ചിനീയർ ആകാൻ 4-5 വർഷം പഠിച്ചിട്ടാണ് ഇതാണത്. അപ്പൊ ഉണ്ടാവും ഈ എഞ്ചിനീയർ എടുത്തതൊക്കെ ബാക്കി വീട്ടുകാരൊക്കെ ഇതാവും. നേരെ കുറച്ച് ഒരു 4ാം ക്ലാസ്സുകാരൻ വാസ്തുക്കാരനായിരിക്കും വരുന്നത്. ഇയാൾ വരുമ്പോഴത്തേക്ക് എല്ലാവരും എണീച്ചിക്കും. എന്നിട്ട് എഞ്ചിനീയർ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഡിസൈൻ ചെയ്ത് ഇങ്ങനെ ആക്കിയിട്ട് ഇതിവിടെ ശരിയില്ല, അത്രയും പഠിച്ച് 5 വർഷത്തിലും കൂടുതലൊക്കെ അതിന് ചെലവാക്കിയ ആളാണ് ഇതാണ്. അപ്പൊ എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു ഈഗോ ഒരു പ്രശ്നമാകുക. നേരെ മറിച്ച് ആ എഞ്ചിനീയറുടെ ഇതില് വിസിറ്റിംഗ് കാർഡിൽ വാസ്തു കൺസൾട്ടന്റ് എന്ന് കൂടി ഉണ്ടെങ്കിലോ നന്നായിരിക്കും. അതാണ് എല്ലാ എഞ്ചിനീയേഴ്സും ഇത് പഠിക്കണം എന്ന് പറയുന്നത്. കാരണം എല്ലാന്ന് വെച്ചാൽ എന്താണ് ഇത്, ആദ്യം ഒരു സയൻസ് ആണെന്ന് മനസ്സിലാക്കുക, എന്നിട്ട് പഠിക്കും. ഈ പ്ലാൻ വരയ്ക്കുന്നത് തന്നെ വാസ്തുശാസ്ത്ര പ്രകാരമാണെങ്കിൽ നമ്മുടെ പണി കഴിഞ്ഞു, എളുപ്പത്തിലായി. ഇത് എന്തുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ മാതിരി അടുക്കള വരേണ്ട സ്ഥാനത്ത് അടുക്കള വരണം, കിടന്നുറങ്ങേണ്ട സ്ഥലത്ത് കിടന്നുറങ്ങേണ്ട സ്ഥാനത്ത് അടുക്കള വെച്ചാലോ, അപ്പോഴാണ് പ്രശ്നമാണ്. പക്ഷെ എഞ്ചിനീയേഴ്സ് എന്താണെന്ന് വെച്ചാൽ കാണാനുള്ള ഭംഗിയും സ്പേസ് യൂട്ടിലൈസേഷൻ, ഇത് രണ്ടുമാണ് അവരുടെ സബ്ജക്റ്റ്. അപ്പോൾ കാണാനുള്ള ഭംഗി വേണം, പക്ഷെ നല്ല ഭംഗിയുള്ള പെൺകുട്ടിയാണ്, പക്ഷെ സ്വഭാവം ശരിയില്ലെങ്കിലോ. ഇതാണ് വാസ്തുവിൽ ആഫ്റ്റർ എഫക്റ്റ് ആണ്. ഈ വീട്ടിൽ താമസിച്ചാൽ എങ്ങനെ ഉണ്ടാവും അതാണ്. അപ്പോൾ എഞ്ചിനീയറെ സംബന്ധിച്ചിടത്തോളം മെറ്റീരിയലാണ്, അതൊരു വീടുണ്ടാക്കല, അതൊരു ഗൃഹമാക്കി മാറ്റുക, ഒരു എന്താ പറയുക, ഒരു സ്നേഹമുള്ള ഒരു ബിൽഡിങ്ങിനെ ഹോമാക്കി മാറ്റുന്നതാണ് വാസ്തുക്കാരന്റെ വഴി. അങ്ങനെ എന്തെങ്കിലുമൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടോ? ഈ ചില വലിയ എഞ്ചിനീയർമാര് വലിയ പ്ലാനൊക്കെ വരച്ച് വെച്ചിട്ട് മാറ്റേണ്ടി വരുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ എഞ്ചിനീയേഴ്സ് ഒക്കെ വളരെ വളരെ ക്ലിയർ ആണ് കേട്ടോ. പണ്ട് അങ്ങനെയുള്ള ഈഗോ പ്രോബ്ലംസ് ഒക്കെ ഒരുപാടായിരുന്നു. കാരണം ഇപ്പൊ നേരത്തെ പറഞ്ഞ മാതിരി എല്ലാവരും ഇതിനെക്കുറിച്ച് അവെയർ ആണ്. അതുകൊണ്ട് തന്നെ അവർക്കും മനസ്സിലായി ഇതായേ പറ്റുമെന്ന്. കാരണം എന്ന് പറഞ്ഞാൽ അവര് ഇതൊരു മെറ്റീരിയൽ ഉണ്ടാക്കലായിരുന്നു പണ്ടത്തെ എഞ്ചിനീയറുടെ പണി. ഇപ്പോൾ ഒരു ജീവിതമാണ് അവർ ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ ഓരോ സാധനങ്ങളൊക്കെ വെച്ച് വളരെ ബ്യൂട്ടി ആയിട്ട്, അപ്പോൾ ഇന്ന സാധനം ഇന്ന വെക്കണം, അവർ സ്റ്റഡി ചെയ്തിട്ടാണ് ചെയ്യണത്. എല്ലാവരും അപ്ഡേറ്റഡാ. അതുകൊണ്ട് തന്നെയാണ് ഈ വാസ്തു ഭാരതിയിൽ എഞ്ചിനീയേഴ്സിനായിട്ട് തന്നെ കോഴ്സുകളൊക്കെ ഉണ്ട്, കറക്റ്റായിട്ട് തന്നെ പോകണമുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ അവർക്കും ടൈം സ്പെൻഡ് ചെയ്യേണ്ട എല്ലാവരും പോലെ അങ്ങനെ കഴിഞ്ഞത്. എന്തായാലും വാസ്തുഭാരതിയുടെ കോഴ്സുകൾക്ക് ചേരുന്നവർക്ക് ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിൽ വിളിച്ച് സംശയങ്ങൾ ചോദിക്കാം. അത് പറഞ്ഞാലും തീരാത്ത കോഴ്സുകൾ അവിടെ ഉണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ പ്രേക്ഷകരെ നമ്മൾ എല്ലാം കൂടി പറയുന്നില്ല, താല്പര്യമുള്ളവർ ആണല്ലോ അതിന് വേണ്ടത്, വിവരങ്ങൾ തിരക്കട്ടെ എന്നുള്ളതാണ്. താങ്ക് യു വെരി മച്ച് ജയ്. താങ്ക് യു.